ദൈവത്തിന്റെ പരിശുദ്ധമായ സംരക്ഷണവും കരുണയും നമ്മുടെ ജീവിത യാത്രകളിൽ ഉടനീളം ഉണ്ടാകണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ യാത്രകളിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നോ? യഥാർത്ഥത്തില് ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും ഒക്കെ ഈശോ ജനിച്ച സമയത്ത് എത്രയോ ദുർഘടമായ അവസ്ഥകളിലാണല്ലേ കടന്നുപോയത്. നമ്മളെല്ലാം എത്രയോ അത് വെച്ച് നോക്കുമ്പോ നമ്മൾ പാപിയായിരുന്നിട്ട് നമ്മൾ സംരക്ഷണത്തിലൂടെ കരുതലിലൂടെ ആയിരുന്നു. പക്ഷെ ദൈവം പരിശുദ്ധനായിരുന്നിട്ട് ദൈവത്തിനത് അനുഭവിക്കാനായിട്ട് ഇടയാക്കാത്ത വിധത്തിലാണ് ദൈവപുത്രനെ ഈ ഭൂമിയിൽ വളർത്തിയത്, അല്ലെ? ഒരു ബലിവസ്തുവായി പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ 33 വർഷം ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ ബലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ വളർത്തുമോ? ഇല്ല. ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾക്ക് സാധിക്കാത്ത ഒരു വലിയ അനുഗ്രഹം ദൈവം തന്റെ മകനിൽ കൂടി പൂർത്തിയാക്കിയതാണ് യഥാർത്ഥത്തില് തുടക്കം കുറിക്കുന്ന ഒരു അനുഭവമാണ്. തുടക്കം കുറിക്കുന്ന ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടലാണ് ഈശോ പുൽക്കൂട്ടില് ജനിച്ചു എന്നുള്ളത്, അല്ലെ? ഈശോ അതായത് അതായത് ഈ ഭൂമിയിലെ രാജകീയതയോ കൊട്ടാരമോ ഒന്നുമല്ല, സ്വർഗത്തിന്റെ അതിമനോഹരവും മനുഷ്യന് വർണ്ണിക്കാനും നിർണയിക്കാനും പറ്റാത്ത വിധം മനോഹരവും മഹത്വവും നിറഞ്ഞ സ്വർഗീയ പ്രകാശത്തിന്റെ പൂർണ്ണതയിലായിരിക്കുന്ന ദൈവപുത്രനെയാണ് ഈ ഭൂമിയില് ഏറ്റവും നിസ്സാരനായും ഏറ്റവും നികൃഷ്ടാവസ്ഥയിലുള്ള സ്ഥലത്തിലേക്കും പിതാവായ ദൈവം പറഞ്ഞു വിടുന്നത്, അല്ലെ? അപ്പം അവിടെ എല്ലാം ആരുടെ പദ്ധതിയാണ് പൂർത്തീകരിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതിയാണല്ലേ? അപ്പൊ അവിടെ എല്ലാം ദൈവം തന്നെയല്ലേ സംരക്ഷണം നൽകേണ്ടത്, അല്ലെ? അപ്പൊ ദൈവം തന്നെയാണ് സംരക്ഷണം നൽകുന്നത്. ദൈവം തന്നെയാണ് ഓരോ സഹനങ്ങളും കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കരുണയുടെ നാഥയുടെ പുസ്തകം വായിച്ചപ്പോ അതില് എന്റെ മനസ്സിലുടക്കിയ ഒരു കാര്യം, എന്റെ സഹനങ്ങളെല്ലാം എനിക്കറിയാം, അത് ദൈവം അനുവദിക്കുന്നതാണെന്ന് നീ അറിയണം എന്നുള്ളൊരു ചിന്ത തന്നിട്ടുള്ള ഒരു ഭാഗം. അപ്പം പല നന്മകളും നമുക്ക് നിഷേധിക്കുമ്പോൾ, പല അവകാശങ്ങളും നമുക്ക് നിഷേധിക്കുമ്പോൾ, പല അവസരങ്ങളും ദൈവം നമുക്ക് മാറ്റിവെക്കുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചിന്തിക്കണം? എങ്കിലും എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് അർഹതപ്പെട്ടതായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് മാനുഷികമായ ചിന്തയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നമുക്ക് ഉടനെ തന്നെ ദൈവിക ചിന്തയൊന്നും നമ്മുടെ തലയിലേക്ക് വരില്ല, അല്ലെ? വരുമോ? ആദ്യം മാനുഷിക ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷെ ആധ്യാത്മികതയിൽ, അതായത് ദൈവത്തോട് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായ ആത്മീയ ജീവിതം നയിക്കുന്നു എന്നുള്ള വ്യക്തിയെന്ന് കണക്കാക്കിയല്ല. ഒരു ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ ദൈവം നമ്മുടെ ഉള്ളില് നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലേ? ഉണ്ടോ? ഉണ്ട്. അത് നമുക്കൊരു സംശയം വേണ്ട. അതായത് ദൈവം പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും സോൾവ് ചെയ്യാൻ എളുപ്പം അതാണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു വലിയൊരു സൊല്യൂഷനാണ് ദൈവം എന്നെ അത് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ആ വ്യക്തിയിൽ കൂടി, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ, ആ പ്രവൃത്തിയിൽ എനിക്ക് അനുവദിച്ചിട്ടില്ല, ആ സഹായം എനിക്ക് അനുവദിച്ചിട്ടില്ല. അപ്പൊ എന്താണ് എനിക്ക് കരുതി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പും പ്രത്യാശയും നമ്മളെ കൂടുതൽ മുന്നോട്ട് നയിക്കപ്പെടുവാനുള്ള ഒരു സംരക്ഷണ വലയം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് വചനം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വചനമാണ്, നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് നന്മ കൈവരുത്തും എന്നുള്ള വചനം. അതായത് നമ്മള് നഷ്ടങ്ങൾ വരുമ്പോഴും നേട്ടങ്ങൾ വരുമ്പോഴും എല്ലാം നമ്മൾ ദൈവവിചാരത്തോടുകൂടെയാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ സംരക്ഷണം പിശാചിന് മാറ്റി എഴുതാനോ അല്ലെങ്കിൽ മാറ്റിക്കളയാനോ അല്ലെ തടസ്സം നിർത്തുവാനോ സാധിക്കില്ല. കാരണം എന്താ? നമ്മളെപ്പോഴും നമ്മുടെ ആന്തരികമായ അവസ്ഥയിൽ ദൈവവിചാരത്തോടുകൂടെയാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ടാണ്
അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കണം എന്ന് പറയുന്നത്. സർവശക്തന്റെ കൂടാരത്തിൽ തന്നെ കഴിയണം എന്ന സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത്. അപ്പൊ അത്യുന്നതന്റെ കൂടാരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് എന്ത് വിചാരം ഉണ്ടാവും? അത്യുന്നതനായവനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാവും, അല്ലേ? ആ അപ്പൊ അത്യുന്നതനായ ആയവൻ ആരാണെന്ന് നമ്മൾ അറിയണം. അത്യുന്നതനായവൻ ആരാണ്? സർവശക്തനായ ദൈവം തന്നെയാണ്. സർവത്തിന്റെയും അധികാരിയും അതിന്മേൽ ശക്തിയും പ്രകടിപ്പിക്കുവാനുള്ള എല്ലാ പവറുമുള്ള ഒരു ദൈവീകമായ സഹായം നമുക്ക് വേണ്ടി തരാൻ സാധിക്കുന്ന, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ചിന്തയോടുകൂടെ നമ്മുടെ ഓരോ യാത്രകളിലും ആയിരിക്കുമ്പോൾ, ഓരോ സമയങ്ങളിലും, ഓരോ രോഗങ്ങളിലും, ഓരോ ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാൻ സാധിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞ ഞാൻ ഈ തൊണ്ടവേദന എന്ന് പറയാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒരു 6-7 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഓൺലൈൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തൊണ്ടവേദന തുടങ്ങിയതാണ്. പക്ഷെ ഓൺലൈൻ പ്രയറും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേയും കൂടി സ്ട്രെസ് ഉണ്ട്, അതുപോലെ വർക്കുണ്ട്, അതുപോലെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ദൈവം ഒരു സാഹചര്യം എടുത്തു മാറ്റാതെ ഈ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് തന്നെ നീ ഇത് ചെയ്താൽ മതി എന്ന് ദൈവം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം തലകുത്തി മറിഞ്ഞ് മരുന്ന് കഴിച്ചാലും, എന്തെല്ലാം ഞാൻ അതിനു വേണ്ടി പണിയെടുത്താലും എന്ത് സംഭവിക്കില്ല? ഒന്നും സംഭവിക്കില്ല. ആ വേദന എടുത്ത് മാറ്റില്ല ദൈവം, അല്ലെ? നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, കാര്യമായ പ്രശ്നം എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് അപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുമെങ്കിലും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആ സ്പോട്ടില് ഞാൻ ദൈവത്തെ ഓർക്കും. ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ദൈവവും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ചിന്തിച്ച അതേ കാര്യത്തില് ദൈവത്തിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്തായിരിക്കും എന്നിങ്ങനെ ഓർക്കുമെങ്കിലും എല്ലാം ദൈവത്തിന് അറിയാത്തൊരു കാര്യം ഇല്ലല്ലോ എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് അതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ആ മുള്ളിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഞാൻ എന്റെ പേഴ്സണലി കാര്യം പറയുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ ഒരു മുള്ള് നമ്മളെ നിരന്തരം ആക്രമിക്കുന്നുണ്ടാവും, അല്ലേ? ഒന്നല്ല ചിലപ്പോ പല മുള്ളുകളുണ്ടാവും. പല കാര്യങ്ങളാലും, പല സാഹചര്യങ്ങളാലും, പല വ്യക്തികളാലും ഒക്കെ നമ്മുടെ ശരീരത്തിലും പുറമേ നിന്നൊക്കെ പല മുള്ളുകളും നമ്മളെ ആക്രമിക്കുമ്പോഴും നമ്മളൊരു പ്രത്യാശയിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ഇടപെടലുകളും സംരക്ഷണവും നമ്മുടെ ആന്തരികതയിലും ഭൗതിക ജീവിതങ്ങളിലും ഒക്കെ നിലനിൽക്കും, അല്ലെ? അതാണല്ലോ ദൈവത്തിന്റെ ഒരു മഹത്വം നമ്മളിൽ നിലനിൽക്കുന്നതല്ലേ. നിങ്ങൾ അതിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റേബിൾ ആയിട്ട് പോകാനുള്ള ഒരു ദൈവീക ഇടപെടല് നമുക്ക് തരും, അല്ലെ? നമ്മൾ ദൈവത്തെ വിളിച്ചിട്ട് നമ്മൾ നഷ്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാ നാണക്കേട്? ദൈവത്തിന് തന്നെ. പക്ഷെ ദൈവം ആ ഒരു നാണക്കേടിന് ഇടയാക്കില്ല, അല്ലെ? പലർക്കും ആ ഒരു നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു വിശ്വാസക്കുറവോ സംശയമോ, അല്ലെങ്കിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഭയത്തോടെ നോക്കി കാണുമ്പോഴൊക്കെയാണ് ഈ നഷ്ടങ്ങളാവുന്ന ചിന്തകളെ നമ്മൾ ഭരിക്കാനായിട്ട് ഇടയാകുന്നത്. അപ്പോ എന്ത് വേണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനിക്കുക, അതിൽ നിലനിൽക്കുക. നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്. നിന്റെ ഹൃദയം ദൈവത്തിലാണെങ്കിൽ, അതിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ, പിന്നെ ബാക്കി എല്ലാ കാര്യം ക്രമീകരിക്കേണ്ടതുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്, അല്ലേ? ആണോ? ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് സങ്കീർത്തനങ്ങളിൽ കൂടി, നമുക്ക് ആദ്യത്തെ ആ വചനത്തിൽ കൂടി തന്നെ നമ്മളോട് പറഞ്ഞു. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. എരിപ്പോൾ വായിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു അനുഗ്രഹമാണ് ഒരു ആത്മീയ ജീവിതം. അതായത് ആത്മാവുള്ളവൻ എല്ലാവരും ആത്മീയരാണ്, അല്ലെ? ആത്മാവുള്ള എല്ലാ വ്യക്തിയും ഒരു ആത്മാവിനെ സംരക്ഷിക്കാനുള്ള, അതായത് ഇപ്പൊ ഞാൻ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആത്മാവിന്റെ സംരക്ഷണത്തിന്റെ പകുതി അധ്വാനം എന്റെ ഭാഗത്തുണ്ട്, എന്റെ എഫേർട്ട് ഉണ്ട്, എന്റെ അധ്വാനം ഉണ്ട്, അല്ലെ? എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം എല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാല് പിശാചിന്റെ കൂടാരത്തിന്റെ ഒന്നാമത്തെ സീറ്റിൽ പോയി നമുക്കിരിക്കേണ്ടി വരും, അല്ലെ? പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ കുരിശുമരണം എടുത്തത് കൊണ്ട് നമ്മുടെ ജീവനെ സംരക്ഷിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തതുകൊണ്ട് ആ കുരിശുമരണത്തോടുകൂടെ തന്നെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ളൊരു മിഥ്യാധാരണയില്. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തില് ബൈബിള് നമ്മുടെ ഗോസ്പല് അച്ഛന്മാര് ലത്തീൻ കുർബാനയില് പറയുന്നുണ്ട്, ഈ സുവിശേഷം നമ്മുടെ പാപങ്ങളെ മോചിക്കുമാറാകട്ടെ എന്ന് പറയാറുണ്ട് വചനം വായിച്ചു കഴിയുമ്പോ, സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോ, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടല്ലോ, അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കുമാറാട്ടെ. ഈ പാപത്തിന്റെ ഈ വചനത്തിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ നേരം പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം, ഞാനിപ്പോ ഈ വചനം വായിച്ച വൈദികനിൽ കൂടി കേട്ട നമ്മൾ മനസ്സിലാക്കിയ വചനം, ഞാനത് വിശ്വസിക്കുമ്പോ, ഞാനത് ഏറ്റെടുക്കുമ്പോ, ഞാനതിനെ സ്വീകരിക്കുമ്പോ, ഞാനതിനെ ആത്മാർത്ഥമായി ആ വചനങ്ങൾ അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ആ പറഞ്ഞ വചനം നമ്മളിൽ ഫലദായകമാകുന്നത്, അല്ലെ? ഞാനൊരു കേൾവിക്കാരനെ പോലെ മാത്രം അത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എന്റെ വചനം, ആ വചനം നമ്മളിൽ പാപം മോചിപ്പിക്കാനായിട്ട് ഇടയാണത്? എന്തെങ്കിലും സാധിക്കോ? ഒന്നും സാധിക്കില്ല. അപ്പോ ഓരോ വാക്ക്, അതായത് പരിശുദ്ധ കുർബാനയിൽ പറയുന്ന ഓരോ വാക്കുകൾക്കും അതതിന്റെ അർത്ഥമൂല്യതയോടുകൂടി എടുക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിന് അതൊരു ഹീലിംഗ് പവറായി അല്ലെങ്കിൽ സ്വർഗീയ ശക്തിയായി മാറുന്നത്. പലപ്പോഴും ഞങ്ങള് പാട്ടുകാര് എന്ന് പറയുമ്പോൾ ഇച്ചിരി കുർബാനയുടെ സമയത്ത് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും, അല്ലെ? നിങ്ങൾക്ക് കുർബാനയുടെ സമയത്ത് അത്ര എൻഗേജ്ഡ് ആകണമെന്നില്ല. അപ്പൊ പാട്ടുകാര് മനുഷ്യരാണല്ലോ. അപ്പോ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഗ്യാപ്പോ, ഇപ്പൊ മനസ്സിലെല്ലാം നടക്കുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പോ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തെങ്കിലും പെട്ടെന്ന് ദൈവം ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തെയോ എന്തെങ്കിലും കാര്യങ്ങൾ ഓർപ്പിച്ചു തരുമ്പോ ചിലപ്പോ ദൈവത്തിന്റെ അതിരറ്റ കരുണയായിരിക്കും ഓർക്കുന്നത്. അല്ലെങ്കിൽ നമ്മള്, അതായത് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം തന്നെയാണല്ലോ. അത് ചില സമയത്തൊക്കെ കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നവരെ എന്റെ നാവിന്ന് അലിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ചില സമയത്ത് അപ്പൊ തന്നെ അലിഞ്ഞു പോകും. അപ്പൊ ഞാൻ കുറച്ചുകൂടി അതിനെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് പലപ്പോഴും അത് അലിഞ്ഞു പോകാത്തതായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അല്ലാതെ നമ്മളത് പാടാൻ വേണ്ടിയുള്ള ശ്രദ്ധയില് പെട്ടെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും, ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നോ ഒന്നും പറഞ്ഞിട്ടാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത്. കാരണം നാവില് കുർബാന ഇരിക്കുമ്പോഴേക്കും
പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ തൊണ്ടയിൽ ഇടറോ അങ്ങനെ എന്നുള്ള ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ആയിരിക്കും ഈശോയെ സ്വീകരിച്ചിട്ട് ഞാൻ അന്നേരം പാടുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഒരു എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞ ഡെയിലി കുർബാന കൂടുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ആന്തരികമായ ഒരു പവർ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ശക്തി നമ്മുടെ ആത്മാവിന് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ പിശാചിന് അത്രമാത്രം ഭയക്കാൻ കാരണം എന്താണ്? എന്താണ് പരിശുദ്ധ കുർബാന എന്ന് പിശാചിന് അറിയാം, അല്ലെ? അതായത് നമുക്ക് ഏറ്റവും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈശോ ജീവനോടെ പുതിയ നിയമത്തിൽ വന്നപ്പോഴൊക്കെ ഏറ്റവും പ്രത്യേകമായി പല ഭാഗങ്ങളിലായിട്ടും പിശാചിന് ദൈവപുത്രനായ ഈശോയെ നന്നായി മനസ്സിലാക്കാനായിട്ട് ഇടയാക്കുമ്പോഴൊക്കെ ഈശോ പറയുന്നത് നീ മിണ്ടരുത് എന്നാ പറയണത്. വിലക്ക് കൊടുത്ത് അവനെ ശാസിച്ച് ഓടിച്ചു വിടുക ചെയ്യണത്, അല്ലെ? എന്തുകൊണ്ടാണ് പലപ്പോഴും ഈശോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പിശാചിന്റെ ഈ ഒരു പ്രൊക്ലമേഷൻ, ഒരു പ്രഖ്യാപനം, അതായത് ദൈവപുത്രനാണെന്നുള്ള ആ ഒരു പ്രഖ്യാപനം ചിലപ്പോൾ ഈശോയ്ക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കാതെ വരും. അപ്പോ അവിടെ ദൈവികമായ പ്രവൃത്തിക്ക് തടസ്സമാകുവാൻ പിശാചല്ലല്ലോ ശരിക്കും ദൈവത്തെ പ്രൊക്ലമേഷൻ ചെയ്യേണ്ടത്, അല്ലെ? പ്രഘോഷിക്കേണ്ടത് പിശാചല്ല, മനുഷ്യരാണ്, അല്ലെ? ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവം അറിയേണ്ടത്, അതായത് ദൈവത്തെ പിശാചിനറിയാം. കാരണം എന്താ? പിശാച് സ്വർഗത്തിലായിരുന്നല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് പിശാചിനറിയാം ദൈവം ആരാണെന്ന്. അതുകൊണ്ട് പക്ഷെ ദൈവത്തെ അറിയേണ്ടതും ദൈവത്തെ പ്രഘോഷിക്കേണ്ടതും മായ കാര്യം വ്യക്തമായ ബോധ്യത്തിലേക്ക് എത്തുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം മനുഷ്യരിൽ കൂടിയാണ്, അല്ലെ? വേറെ ആരെ കൂടി ദൈവം ആരോടെങ്കിലും വേറെ മൃഗങ്ങളോട് പറയാറുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? ഇല്ല. പ്രപഞ്ചത്തോട് പറയാറുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? നക്ഷത്രങ്ങളോടോ ചന്ദ്രനോടോ സൂര്യനോടോ പറയാറുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? ഇല്ല, അല്ലെ? അപ്പോ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോ അതിൻ്റെതായ ഒരു പ്രത്യേകമായ ഒരു ദൈവിക ഇടപെടലുകള് ദൈവത്തിന് സാധ്യമാക്കുവാൻ സാധിക്കും. അപ്പൊ മനുഷ്യരിൽ കൂടി ദൈവത്തിന് ഇടപെടുന്നതിലാണ് ഏറ്റവും സന്തോഷം. അതുകൊണ്ട് എന്താ പിശാചിന് എന്തുണ്ട്? പിശാചിനൊരു മനുഷ്യരെ കൂടി തന്നെ വെട്ടിലാക്കുക. അതായത് മനുഷ്യരെ വെട്ടിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ ആരായി മാറുന്നു? അവൻ പാപത്തിന് അടിമയാകുന്നു, മറ്റൊരു പിശാചായി മാറും. സാവധാനം ഒരു സൈലന്റ് പോയിസൺ ആയി മാറാനായിട്ട് വളരെ എളുപ്പമാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 58:9 വചനം ഇങ്ങനെ പറയുന്നത്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അപ്പൊ നീ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ഓരോരുത്തരും. അപ്പൊ ദൈവം എന്തിനാണ് മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യര് പ്രാർത്ഥിക്കണം. അതായത് ഈ വചനഭാഗത്തിന്റെ യഥാർത്ഥ ഉപവാസം, അതായത് നമ്മള് ഇപ്പൊ ഉപവാസത്തിലേക്കാണല്ലോ, ഉപവാസക്കാലം അല്ലേ, ചെറിയ നോൻപിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇതിലോ ആവുന്നത്ര ഉച്ചത്തിൽ, അതായത് 58:1 ഇങ്ങനെ പറയുന്നത്, യഥാർത്ഥ ഉപവാസത്തെ കുറിച്ച് ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക, എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിന്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ എന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എന്തിനുപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ? എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്, നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു,
കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്തുവാൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വചനം വായിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം നമ്മൾ ഉപവാസം അതായത് ഈ 25 ദിവസത്തെ നോൻപ് കഴിയുമ്പോ നമുക്ക് ഉണ്ണിയേശു പിറക്കുകയാണ് അല്ലെ. ഉണ്ണിയേശു എന്തിനു വേണ്ടിയാ പിറക്കുന്നത്? ഉണ്ണിയേശു എവിടെയാ പിറക്കുന്നത്? ഉണ്ണിയേശു എന്തിനു വേണ്ടി പിറന്നുകൊണ്ടാണ് ആ ഒരു സമയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആ സമയങ്ങളിലെല്ലാം അതായത് നക്ഷത്രങ്ങള് സംസാരിക്കുന്നു, സൂര്യൻ സംസാരിക്കുന്നു, ചന്ദ്രൻ സംസാരിക്കുന്നു, എല്ലാ പ്രപഞ്ചം മൊത്തം സംസാരിക്കുന്നുണ്ട്. ആര്? ഈ ലോകത്തിന്റെ നാഥൻ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു എന്നറിയിച്ചുകൊണ്ട് അല്ലെ. അതില് ഏറ്റവും നിസ്സാരരായ ആട്ടിടയന്മാരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. അവിടെ എല്ലാ ആദേശത്ത് പ്രഭുക്കന്മാരുണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു, നിയമം അറിയുന്നവരുണ്ടായിരുന്നു, അതുപോലെ പാണ്ഡിത്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ആട്ടിടയന്മാരുടെ ഇടയിലേക്ക് ഈശോ കടന്നു ചെന്നതിന്റെ ഒരു വൈശിഷ്ട്യത എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പെട്ടെന്ന് തന്നെ ദൈവത്തെ വിശ്വസിക്കുവാൻ, തൊട്ടറിയുവാനൊക്കെ ഒരു പ്രത്യേകമായ ഒരു ദൈവീക നിഷ്കളങ്കത അവരിലുണ്ട് എന്നുള്ളതാണ് അല്ലെ. ആട്ടിടയന്മാരുടെ അടുത്തേക്ക് സ്വർഗത്തിന്റെ ദൂതൻ വന്ന് പറയുമ്പോ അവരുടനെ തന്നെ എന്താ ചെയ്യുന്നത്? പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു കാണാനായിട്ട്. അതാണ് വ്യത്യാസം. അവര് എന്താണോ കേട്ട വാർത്ത അവിടേക്ക് അവര് ഓടിപ്പോവുകയാണ് അല്ലേ. എല്ലാവരും വചനം കേൾക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം പല വിധത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ഒരു യാത്ര, അതായത് നമ്മളുടെ ദുരിതപ്പെട്ട ജീവിതത്തിൽ നിന്നും ദൈവിക സ്വാതന്ത്ര്യത്തിലേക്കും സമ്പന്നതയിലേക്കുമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ക്രിസ്മസ് ആയി മാത്രം നിൽക്കുന്നത് അല്ലേ. ആണോ? അതാ 25-ാം തീയതി ആവുമ്പോ നമുക്ക് ആഘോഷമായ ഒരു ദിവസം മാത്രമായി മാറിപ്പോകുന്നത്. ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തുന്നില്ല. ആട്ടിടയന്മാരെ പോലെ നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവിടെ എല്ലാം നമുക്കൊരു ആഘോഷത്തിന്റെ തിമിർപ്പും ആർഭാടങ്ങളുടെ ഒരു വലിപ്പവും ഒക്കെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രം എല്ലാ ദേശവും രാജ്യവും ആയി മാറുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നമുക്ക് ക്രിസ്മസ് ആഘോഷം മാത്രമായി മാറുന്നു അല്ലെ. അപ്പോൾ അതായത് ഏഴാമത്തെ വചനം ഇങ്ങനെയാണ്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങൾ ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അതായത് ക്രിസ്മസ് വരുമ്പോ പലപ്പോഴും നമുക്ക് ആവശ്യപ്പെടേണ്ട, അതായത് നമ്മളുടെ ആത്മാവിനോട് നമുക്കൊരു കൃത്യമായ വിശ്വസ്തത ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വെറുപ്പ്. മറ്റുള്ളവരോടുള്ള വെറുപ്പ് നമ്മൾ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു അനുഗ്രഹം. അതാണ് ദുഷ്ടതയുടെ കെട്ടുകൾ. മറ്റുള്ളവരുടെ കെട്ടുകൾ നമ്മൾ പൊട്ടിക്കാൻ പോയാൽ നമ്മൾ ചിലപ്പോൾ വിജയിക്കും. പക്ഷെ നമ്മുടെ കെട്ടുകൾ പൊട്ടിക്കാൻ പോകാറില്ല, ശ്രദ്ധിക്കാറില്ല അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള പല വെറുപ്പിന്റെ ചങ്ങലകൾ പൊട്ടിക്കുക, നുകത്തിന്റെ കയറുകൾ അഴിക്കുക എന്ന് പറഞ്ഞാല് അമിതമായ ഉത്കണ്ഠകളുടെയും ദുരിതങ്ങളുടെയും കയറുകൾ അഴിച്ചു വിടുക. ഭാരം ആരേൽപ്പിക്കാനാ പറഞ്ഞേക്കണത്? ദൈവത്തിന് ഏൽപ്പിക്കുക അല്ലെ. ദൈവത്തെ ഏൽപ്പിക്കുക. മർദ്ദിതരെയും സ്വതന്ത്രരാക്കുക, അതായത് കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങൾ ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പല മേഖലകൾ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് എനിക്ക് മനസ്സിലായേക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു ദൈവിക സ്വാതന്ത്ര്യം. പലപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആന്തരികമായ അവസ്ഥ. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എറണാകുളത്ത് ആവശ്യത്തിന് ടൗണിൽ പോയപ്പോഴേക്കും ദാഹിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കേറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണമെന്നുണ്ടായില്ല. അപ്പൊ ചായ ആണെങ്കിൽ ഞാൻ അങ്ങനെ കുടിക്കാറുമില്ല. അപ്പൊ
എനിക്ക് വേണ്ട, പക്ഷെ എന്തോ എന്നെ അത് കഴിക്കെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് വാങ്ങിച്ചു. മോനും ഒരെണ്ണം പാക്ക് ചെയ്ത് വാങ്ങിച്ചു. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു അമ്മച്ചി, ഇത്തിരി പ്രായമുള്ള ഒരു അമ്മച്ചി ഇരുന്ന്, ഞാനിങ്ങനെ കഴിക്കുന്ന ആ സാധനം സ്നാക്സ് വായിലോട്ട് വെച്ച് കടിച്ചോണ്ടിരിക്കുമ്പോ ആ അമ്മച്ചി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് ഒന്നായിപ്പോയി. അപ്പൊ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നോണ്ട് നിങ്ങളോട് അറിയിക്കുന്നല്ല കേട്ടോ. കാരണം അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചില്ല, ഞാൻ വെറുതെ കയറിയതാണ്, എനിക്ക് ആവശ്യമുണ്ടായിട്ട് കയറിയതല്ല. അപ്പൊ ചില പ്രചോദനങ്ങൾ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ. നമുക്ക് വിശന്നില്ലെങ്കിലും ചിലപ്പോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില പ്രചോദനങ്ങളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാല് അവിടെ നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന അനുഗ്രഹമുണ്ട് അല്ലെ. ഒരു വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ വയറ് കണ്ടിട്ടായിരിക്കും എനിക്കൊരു വിശപ്പില്ലാത്ത എന്നോട് കർത്താവ് പറയാണ്, നീ പോയി കഴിക്കും. ഞാനന്ന് അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങിച്ച് കഴിക്കാത്ത ആളുമാണ്. അപ്പോ സാധാരണ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് കഴിക്കാം, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചായ കുടിക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു ചായയൊന്നും വേണ്ട, എനിക്ക് ഒന്ന് വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ അടുത്ത് ഇപ്പൊ കാശില്ല, നീ തന്നെ വാങ്ങിച്ചോന്ന് പറഞ്ഞു. ഞാനപ്പോ അന്ന് ശരി എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ വാങ്ങിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ആ അമ്മൂമ്മ, ഒരു ഇച്ചിരി പ്രായമുള്ള അവര് എന്നെ നോക്കി ചിരിച്ചപ്പോഴേക്കും എനിക്ക് അപ്പൊ തന്നെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ഒരു കടിയും ഒരു ചായയും വാങ്ങിച്ചു കൊടുത്തു. കടിയും ചായ വാങ്ങിച്ചു കൊടുത്ത കാര്യം പറയാനല്ല കേട്ടാ ഞാൻ പറഞ്ഞത്. നമ്മൾ കൊടുക്കാനുള്ള ദൈവം തരുന്ന അവസരങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു എന്നാലും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവം അത് അളക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ നമ്മൾ കൊടുക്കാനൊന്നും കയ്യിൽ ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അവരെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി ചിരിക്കാൻ നമുക്ക് കാശ് വല്ലതും വേണോ? ഒരു കാശും വേണ്ട അല്ലേ. കാരണം എന്താ? അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരും അവരെ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവരെ ആരും ശ്രദ്ധിക്കില്ലെന്ന് മാത്രമല്ല, അവരെ അവഗണിച്ചുള്ളൂ. ഇപ്പൊ ഒത്തിരി ആൾക്കാർ ചായ കുടിക്കുന്ന സ്ഥലത്തുണ്ട്. ഒത്തിരി ആശിഷിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ടീ ഷോപ്പാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ നല്ല ചൂട് കടിയും ചായയൊക്കെ ആയിട്ട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ദൈവമേ, എനിക്കാണല്ലോ ഈ ലക്ക് കിട്ടിയത്, ഞാനാണല്ലോ ഇത് ചെയ്തു കൊടുക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ എന്ന് ഓർത്ത് എനിക്കത് വീടെത്തുന്നവരെ ഒരു ആത്മീയമായ ഒരു ആന്തരികമായ ഒരു ഭയങ്കരമായ ഒരു സന്തോഷം, അതായത് ഉള്ളിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്ന ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വിശക്കുന്നവരുമായി കർത്താവ് നമുക്ക് തരുന്നു അതിലിങ്ങനെ പറയുന്നുണ്ട്, ഈ 58:7 വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അല്ലെ. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്, വില വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് വിചാരത്തോടു കൂടെയാണ് ആയിരിക്കും? നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും, പക്ഷെ നമ്മളത് അവഗണിക്കുകയോ അതിനോട് സഹകരിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാല് നഷ്ടം നമുക്ക് തന്നെ അല്ലെ. നഷ്ടം നമുക്ക്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയ. അതായത് നിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ വെളിച്ചം ആരാണ്? ദൈവം അല്ലേ. ദൈവമല്ലേ പ്രകാശം അല്ലേ. പ്രഭാതം പോലെ പൊട്ടിവിരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൂര്യൻ ഒരു ദിവസം ഉദിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്? സൂര്യൻ ഒരു ദിവസം ഉദിക്കാതിരുന്നാലുള്ള അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ എന്താണ് അല്ലേ? അപ്പൊ ഒരു വ്യക്തിയില് ദൈവം പ്രകാശിക്കാതിരുന്നാൽ അവന്റെ അന്ധകാരാവസ്ഥ എത്ര വലുതായിരിക്കും അല്ലേ. അപ്പോൾ നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. മനസ്സിലായോ? അപ്പോ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൂടി നമ്മളുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവിക പ്രകാശം നമ്മളെ നയിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഒരാവശ്യവുമില്ല അവിടെ കയറേണ്ട കാര്യം, എനിക്ക് ആഗ്രഹവുമില്ല, വിശപ്പില്ല, ദാഹവുമില്ല,
ഒന്നുമില്ലാത്ത സമയത്ത് നമുക്കും ഉണ്ടായ ഒരു ചിന്ത, വെറും ചിന്തയിൽ കൂടി ദൈവം കരുതി വെച്ചത് എന്താണ്? ഒരു വയറിന്റെ ദേശപ്പോ ദാഹമോ ഒക്കെ ആയിരിക്കാം നമ്മളെ അങ്ങനെ സഹായിക്കുന്നത്. അപ്പോഴാണ് എന്താ 58-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. കാരണം നമുക്ക് ദിവസവും നമ്മുടെ നാവില് വച്ച് നീട്ടുന്ന പിശാചിന്റെ ഒരു വലിയൊരു കെണിയാണ് മർദ്ദനവും കുറ്റാരോപണവും. അത് നമ്മൾ ആരും അടിക്കുന്നില്ലെങ്കിൽ നാവിട്ടടിക്കുന്നുണ്ട് അല്ലെ? നാവിട്ടടിക്കാല് ആരും കുറവല്ല. ഞാനടക്കം നല്ല കുറ്റം പറച്ചില് ഉണ്ട്. ദുർഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടതയുടെ സംഭാഷണങ്ങളിലായിരിക്കുന്ന, നമുക്ക് സ്ത്രീകൾ പ്രത്യേകിച്ച് പരദൂഷകയുടെ രാജ്ഞികളാണല്ലോ അല്ലെ? നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പറഞ്ഞു പോകും അല്ലെ? അപ്പൊ വിചാരിച്ചാലും അത് സംഭവിക്കും. അപ്പൊ ഈ വചനത്തിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ നിലവിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന എല്ലാം മറുപടി തരും, പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവ് വചനത്തോട് ചേർത്ത് വെച്ച് നൈസായിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അവിടെ എല്ലാം എന്തുണ്ട്? ഒരു ദൈവിക വൈശിഷ്ട്യം എന്നിൽ കൂടി ദൈവം നിലനിർത്തുന്ന ഒരു കൃപയാണ്. അതായത് നമ്മളുടെ വ്യക്തിത്വം കൂടുതൽ പ്രകാശിതമാക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങള് എന്താണ്? ഒരു വിശിഷ്ടമായ കൃപയാണ് അല്ലെ? ഇതിനു മുമ്പ് വിശിഷ്ടമായ കൃപയെ കുറിച്ച് 6 പറഞ്ഞായിരുന്നു. അതൊക്കെയാണ് ഓർമ്മയുണ്ടോ? പ്രാർത്ഥന, പരിത്യാഗം, സഹനം, ഉപവാസം, ദാനധർമ്മം. പിന്നെ ഇതുണ്ട്, അതിജീവനത്തിന്റെ ദൈവിക ഇടപെടലുകൾ അതിവിശിഷ്ടമായ വിഭവമാണ്. അതിജീവനം എന്ന് പറഞ്ഞാല് അതിജീവനത്തിനുള്ള അതായത് ഒരു പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കുവാനുള്ള, ഒരു പ്രതിസന്ധി അതിജീവിക്കുവാനുള്ള ഒരു മനക്കരുത്ത് ദൈവം തരുന്ന വിശിഷ്ടമായ ഒരു വിഭവമാണ്. വെച്ച് നീട്ടുന്ന ദൈവികമായ കൃപയുടെ ഒരു വിഭവമാണ്. ഇപ്പൊ പറഞ്ഞത് എന്താണ്? കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. അതായത് നമുക്ക് ഇതെല്ലാം ഒരു വ്യക്തിത്വത്തിന്റെ ഉള്ളില് കർത്താവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പ്രകടിപ്പിക്കണ്ടേ? ഇങ്ങനെ ഈ അവസരങ്ങളെ വേണ്ട വിധത്തില് വ്യക്തിപരമായും വിവേകത്തോടുകൂടെ ഒരു ലജ്ജയുമില്ലാതെ ഉപയോഗിക്കുവാനുള്ള ഒരു തുറന്ന മനസ്സ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അവരോട് ചെയ്താൽ, അല്ലെങ്കിൽ അവര് എങ്ങനെ ചെയ്താൽ, അല്ലെ? വിശുദ്ധ മദർ തെരേസയൊക്കെ ഈ ഒരു കൃപയുടെ നിറവിലായിരുന്നുകൊണ്ടാണ് കുഷ്ഠരോഗികളെയൊക്കെ അത്രമാത്രം ഏറ്റവും സ്നേഹത്തോടുകൂടെ പരിചരിച്ചിരുന്നത് അല്ല. ഒരു മനുഷ്യന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു കൃപയുടെ വിശിഷ്ടത കൊണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തോട് യഥാർത്ഥ ഉപവാസത്തോടു കൂടെ ആയിരുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ മദർ തെരേസ അല്ലെ? അപ്പോ ഈ ഒരു കൃപ മദർ തെരേസക്ക് മാത്രമല്ല അല്ലെ, ഇന്ന് വരെ കടന്നുപോയ വിശുദ്ധർക്ക് മാത്രമല്ല, നമുക്കും പ്രാബല്യത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ടൈമാണ് പ്രത്യേകമായൊരു പീരീഡാണ് ഉപവാസകാലം. ഒരുപാട് സമയവും നോമ്പുകാലം. ആ ഒരു നോമ്പുകാലത്തില് അതിനുള്ള അവസരങ്ങൾ ദൈവം വെച്ച് നീട്ടി റെഡിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി നമ്മള് ചെന്ന് എത്തി നോക്കൂലല്ലോ. പക്ഷെ ദൈവം ഉന്തിക്കൊണ്ടു പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവവിചാരം നമ്മുടെ ഉള്ളില് വർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായും നമ്മളറിയാതെ നമ്മളിൽ കൂടി ദൈവം പ്രവർത്തിച്ചോളും. ആ ഒരു തിരിച്ചറിവാണ് പരിശുദ്ധ അമ്മയും പുരുഷന്റെ ചുവട്ടിൽ നിന്ന് ദൈവിക ശക്തിയുടെ പൂർണ്ണതയില് ജീവിച്ചത്. അതായത് പുരുഷന്റെ ചുവട്ടില് നിൽക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ആരാധ്യനായ ദൈവവും പുത്രനും
ആയ ആ ദൈവത്തിന്റെ ആ മുറിവുകളെ നോക്കി വേദനയോടുകൂടെ കരയുക മാത്രമല്ല, സർവകുല ജനപദങ്ങൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യകുലത്തിന്റെ ഒരമ്മയായി കുരിശിന്റെ ചുവട്ടില് യോഹന്നാൻ സ്ലീഹയെ കൂടി ലോകത്തിന്റെ മുഴുവന്റെ അമ്മയായി കൈമാറ്റം ചെയ്തത്. ഈ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക്